നമ്മളെ ഇതിൻ്റെ ഫാമിൻ്റെ പേരെന്താ പറയട്ടാ? നാഷണൽ റോസ് ഗാർഡൻ അല്ലേ? ഇവിടേക്ക് എന്താ ലൊക്കേഷൻ? പാണ്ടിപ്പറമ്പ്. മണ്ണുത്തിന്ന് 5 കിലോമീറ്റർ അല്ലേ? പാണ്ടിപ്പറമ്പ് പറഞ്ഞ സ്ഥലം. അപ്പോൾ ഇവിടെയൊക്കെ വന്നുകൊണ്ട് ഐറ്റംസ് മാവുകൾ വാങ്ങാൻ കൊണ്ടുപോകാം. പ്ലാ തൈകൾ ഒക്കെ ചക്കട്ട തൈകൾ ഇഷ്ടംപോലെ. പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കൊച്ചി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ മണ്ണുത്തിയിലാണ് കേട്ടോ ഗെയ്സ്. ഇന്നത്തെ ഓട്ടം മണ്ണുത്തിയിലേക്കാണ്. എന്താണ് മണ്ണുത്തി വിശേഷങ്ങളുമായിട്ട് നമുക്ക് വരാം. കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും മണ്ണുത്തിയിലെത്തിയിരിക്കുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം അഖിലേഷ് ബോസ് ഞാനും ദാ ഇവിടെ മണ്ണുത്തിയിലുണ്ട്. ഇപ്പം നമ്മൾ കുണ്ടിലാനിലാണ്. കുണ്ടിലാൻ അഗ്രോ ഫാമിലാട്ടോ. ഇപ്പോൾ മണ്ണുത്തി വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാലേ, നല്ല മഴയാണ് നാട്ടിൽ നിന്ന് പോരുമ്പോഴും. ഇന്നലെയൊക്കെ നാട്ടിലൊക്കെ നല്ല മഴയാണ്. ഇവിടെ വന്നപ്പോഴും മഴക്കൂട്ടും കുറവില്ല. വരുന്ന വഴിക്കൊക്കെ നല്ല മഴയായിരുന്നു. റോഡൊക്കെ വളരെ മോശമാണ്. ഇപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട റോഡുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ഭയങ്കര ഡേഞ്ചറിലാണ് കിടക്കുന്നത്. എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്നും മനസ്സിലാവില്ല. എന്തായാലും ശരി, നമ്മളിവിടെ മണ്ണുത്തിയിലെത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളുമൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. അഖിലേഷ് ബോസ് സാധനം സെലക്ട് ചെയ്യുന്നുണ്ട് അവിടെ. ഞാനിവിടെ ഇങ്ങനെ ചുമ്മാ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ? നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കണ്ട. സബടിക്കാത്തവരൊക്കെ വീണ്ടും സബടിക്കുക. ലൈക്ക്, കമൻറ്റുകൾ, നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നമ്മുടെ യൂട്യൂബ് ചാനൽ, നമ്മുടെ വ്ളോഗ് എടുക്കാൻ വേണ്ടി നമ്മൾ വാങ്ങിച്ച സ്റ്റിക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. മണ്ണുത്തിയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു ഫാമും മാത്രമല്ല ഓരോ സീസണിലും ഓരോ വെറൈറ്റികളും ആയിട്ട് വരുന്നൊരു ഫാമാണ് ഇവിടെ. ഒരുപാട് ഐറ്റംസുകളുണ്ട്. അതൊക്കെ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. മണ്ണുത്തിയിൽ ഏറ്റവും ടോപ്പ് വെറൈറ്റികളും ഐറ്റംസുകളുള്ള ഒരു ഫാമാണ് കുണ്ടിലാൻ. ഇവിടെ നമ്മൾ വന്നാൽ ഇവിടെ നിന്നാണ് ഫുൾ ലോഡാക്കിയിട്ട് പോവുക. ബാക്കിയുള്ള സ്ഥലത്തു നിന്നൊക്കെ ശകലം പുള്ളിക്കാരൻ ഇവിടെ ഇല്ലാത്ത ഐറ്റംസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെറൈറ്റിയോ കാണുകയാണെങ്കിൽ എല്ലായിടത്തും ഇറങ്ങിയെടുക്കും. ഇല്ലെങ്കിൽ ഇവിടെ വന്നാൽ ഫുൾ ലോഡാക്കിയിട്ട് പോവുള്ളൂ. എന്തായാലും ഇവിടെ വന്നിട്ടാണ് എന്നും ഫുൾ ലോഡാക്കുന്നത് ബോസ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അവരെടുക്കുന്നതെന്ന് അറിയില്ല. എങ്ങനെ നോക്കി ഐറ്റം തിരിച്ച് വേണ്ടത് അവർ സെലക്ട് ചെയ്യും. അവർക്കൊക്കെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളിതിൽ നടന്ന് വീഡിയോസൊക്കെ പിടിച്ച് അങ്ങനെ നടക്കും. നമ്മൾ കുണ്ടിലാൻ ആദ്യം വന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഇനി സാധനം വേറെയും പുറത്തു എടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അതിന് കൂടി പോകേണ്ടതുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാം, അവിടെ നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ കുണ്ടിലാൻ നിന്ന് നേരെ അമ്പാടി ബബിൾസിലേക്ക് എത്തിയിട്ടുണ്ടോ. ഇവിടെ പേര് അമ്പാടിയാണ്. ബബിൾസ് എന്ന് പറഞ്ഞ കല്ലുകൾ, ഐറ്റംസ് വെറൈറ്റി കല്ലുകളാണ് കേട്ടോ. അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളവിടെ ഷെഡിൽ നിന്നിട്ടാണ് വീഡിയോ ഒക്കെ പിടിച്ചത്. അപ്പോൾ ബബിൾസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പുഴങ്കല്ലുകൾ പോലത്തെ നല്ല നല്ല വെറൈറ്റി കല്ലുകൾ, ഒരുപാട് ഐറ്റംസ് കല്ലുകളുണ്ട്. ഇവിടെ ഒരു ചിത്ര പണികൾ വരെ ചെയ്യുന്ന ഐറ്റംസ് സ്ലാബുകളൊക്കെ ഉണ്ട് കേട്ടോ. ഏതായാലും ഇവിടുന്ന് കുറച്ച് സാധനം വണ്ടി കയറ്റാണ്ട്. അങ്ങനെ നമ്മളെ ബോസ് വേണ്ട ബബിൾസൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് കയറ്റിക്കൊണ്ട് കേട്ടോ അവർ. അപ്പോൾ കണ്ട അവിടെ അത്തപ്പൂക്കളാണ് ഒരു ചേച്ചി, അവിടുത്തെ ചേച്ചി ഒരു ചേട്ടനും കൂടി ഇടുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് പോണ പൂക്കളം അത്തപ്പൂക്കളം ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പാടി ബബിൾസിൽ നിന്ന് ബബിൾസ് എല്ലാം കയറ്റിയിട്ട് അടുത്ത സൈഡിൽ വന്നിട്ട് അവിടെ നിന്ന് കുറച്ച് സെലക്ഷൻ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നല്ല വെറൈറ്റി ലീഫൊക്കെ ഉള്ളതുണ്ടാവും. നല്ല അടിപൊളി ചെടികളാണ് ഇതൊക്കെ. പിന്നെ കുറ്റിമുല്ല ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ബോസ് അത്യാവശ്യം വേണ്ടതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പണിക്കാരിങ്ങനെ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭായിമാരൊക്കെ കണ്ടോ, അവർ കൂടയിലാക്കാണ്ടോ. ഇത് ആദ്യം ചെറിയ കൂടയിലായിരുന്നു, അത് അവർ വലിയ കൂടയിലേക്ക് മാറ്റുകയാണ്, സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെ മുള പോലത്തെ സാധനമാണ്. നമ്മളെ വണ്ടിയിൽ ലോഡൊന്നും ആയിട്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ലോഡ് ഫുള്ളാവട്ടോ. അത് കാണാൻ നമുക്ക്. അപ്പോൾ ഇവിടെ കുണ്ടിലാനിൽ വരുമ്പോഴാണ് ഫുൾ ലോഡ് ആവുക. ഇതൊക്കെ ഓരോ വെറൈറ്റി സാധനങ്ങളാണ്. ഇതൊക്കെ ഇങ്ങനെ ആക്കി എടുക്കണമല്ലോ എന്നുള്ളതാണ്. വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റിൻ്റെ ഒരു കൊട്ടാരം, ഒരു ലോകം. നമ്മളിവിടെ പോകാൻ തോന്നുന്നു 2-3 മാസം കഴിഞ്ഞു. 3-4 മാസമൊക്കെ ആയിപ്പോൾ ഇവിടെ വന്നിട്ട്. 3 മാസം എന്തായാലും ആയിട്ടുണ്ട്. 3 മാസത്തിന് മുമ്പാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ മഴ കാരണം ബോസിൻ്റെയൊക്കെ പണി സ്റ്റക്കായി നിൽക്കുകയും അതുപോലത്തെ ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് നമുക്കിവിടെ വരാൻ കഴിയാതെ പോയത്. അങ്ങനെയൊക്കെയായിരുന്നു സംഭവം. കുണ്ടിലാൻ ഫാമിൽ വന്നു കഴിഞ്ഞാലുള്ള ഗുണം എന്താ വെച്ചാൽ ഭയങ്കര വൃത്തിയും കാര്യങ്ങളും ഭയങ്കര സെറ്റപ്പൊക്കെ ആണ്. എപ്പോഴും പണിക്കാർ 4-5 പേര് സജീവമായിട്ടുണ്ടാവും എല്ലാ കാര്യത്തിനും. അവരിങ്ങനെ ഓടി നടന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് നല്ല ബായികളാണെങ്കിലും നല്ല വർക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി ചെയ്യുന്ന ആളുകളാണ്. അതാണ് അവരെ ഫാമിൻ്റെ പ്രത്യേകത.
ഗുണമേന്മ ക്വാളിറ്റി സാധനങ്ങൾ കയറാം, ഏതെടുത്താലും അടിപൊളി കയറാം. ഈ സാധനമൊക്കെ ഉണ്ടെങ്കിൽ ലക്ഷങ്ങൾ വില മതിക്കുന്ന സാധനം കുറച്ച് കഴിഞ്ഞാൽ അതിന് നല്ല റേറ്റ് ഉണ്ടാവും. ഇവിടെ വരുമ്പോൾ ഒന്ന് വീഡിയോ പിടിക്കാതിരുന്നാൽ മോശമായിട്ട് തോന്നും. എന്തായാലും വീഡിയോ പിടിച്ചിട്ടാൽ സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്ത് സാധനം എടുക്കാനും ഇവിടെ വന്നാൽ സെറ്റപ്പായിട്ട് നിങ്ങൾക്ക് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാം. ഒക്കെ മര്യാദ റേറ്റിന് കിട്ടും ചെയ്യും കേട്ടോ. കുണ്ടിലാൻ അഗ്രോ ഫാം നമ്മളെ ബോസ് വരുന്നുണ്ട്. പറഞ്ഞോളി, എന്തൊക്കെ വർത്താനം? ഞാൻ മൊത്തം കറങ്ങി. ഇഞ്ചോരടി തന്നെയല്ലേ ഇജ് രണ്ടെണ്ണം എടുക്കണുള്ളൂ? നമ്മൾ ഐറ്റംസ് തപ്പി നടക്കുകയാണ് അല്ലേ, വെറൈറ്റികൾ ഇങ്ങനെ നോക്കി നടക്കുക. പക്ഷെ കാണിച്ചു തരാൻ പറ്റുന്ന ഐറ്റംസുകളാണ് ഞാൻ നോക്കുന്നത്. വെറൈറ്റികൾ നിങ്ങൾ നമ്മളെപ്പോഴും കാണാത്ത മോഡലുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? മാവിൻ തൈകൾ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. മെയിൻ ക്വാളിറ്റി കുറഞ്ഞൊരു കളിയില്ല അവിടെ. കുണ്ടലാനിൽ വന്ന എന്നും നമുക്കൊരു അത്ഭുതമാണ്. അതാണ് കുണ്ടലാൻ. മറ്റൊരിടത്തേക്കാണ് വന്നിരിക്കുന്നത്. അവിടെ ബോസിന് കുറച്ച് ഫ്രൂട്ട്സ് തൈകൾ നോക്കിയിട്ട് സെറ്റായിട്ടുണ്ടായില്ല. ഉദ്ദേശിച്ച ആ രീതിയിലുള്ള സാധനം അവർക്ക് കിട്ടണം, അപ്പോഴേ അവർ പർച്ചേസ് ചെയ്യുള്ളൂ. കാരണം അവരെ ആ ഒരു വർക്കിൻ്റെ ക്വാളിറ്റിയാണത്. അവർ ഏത് രീതിയിലുള്ള സാധനമാണോ ഉദ്ദേശിക്കുന്നത് അത് കിട്ടിയാൽ അത് പർച്ചേസ് ചെയ്ത് പോകുന്നുള്ളതാണ്. അല്ലെങ്കിൽ തിരഞ്ഞ് അങ്ങനെ നടക്കും ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ അടുത്ത സൈറ്റിൽ വന്നിട്ട് വേറൊരു ലോകം. 99% ഫ്രൂട്ട്സ് ആട്ടോ. ഇവിടെ കുറേ ചെടികൾ കാണുന്നുണ്ട്, അതൊന്നും വിൽപ്പനക്കുള്ളതായിരിക്കില്ല. ഇതൊക്കെ ഇവിടുത്തെ ഷോക്കുള്ള ചെടികളാണ്. ഇതിൻ്റെ ഈ വഴി സൈഡിൽ ഇങ്ങനെ വെച്ച് നല്ല അലങ്കരിച്ചിട്ടുള്ള ചെടികളൊക്കെയാണ്. പനയെന്ന് തോന്നും കണ്ടല്ലേ, ശരിക്കും പന തന്നെയാണ്. പനൻ്റെ വേറൊരു സാധനം പന, ചൊറുക്കുള്ള പന അല്ലേ, വളർത്താനും വലിയ സംഗതി. വലിയ പന ഉണ്ടല്ലോ ഇതൊക്കെ ഉണ്ടോ, വലിയ പന ഉണ്ട്. എൻ്റെ പൊന്നെ, വലിയ പന ഉണ്ട് ഈ സാധനം. ഞാൻ വിചാരിച്ചു ഇത്രയൊന്നും വലുതാവില്ല. ഇപ്പോൾ കാണുന്നുണ്ട് ഇവിടെ വലുതൊക്കെ. അപ്പോൾ ഇതിങ്ങനെ ഒരു ഷോയ്ക്കുള്ളൊരു പനയാണ്. അതിൻ്റെ ലീഫൊക്കെ ഉണ്ടല്ലേ, ഇലകളൊക്കെ. പിന്നെ ഇതാ ഉങ്ങിൻ്റെ ഐറ്റംസ്, തണൽ മരം. ഈ ചെടികളൊക്കെ ഇവിടെ ആലങ്കാരികമായിട്ട് ഇവർ ഫിറ്റ് ചെയ്യണതാണ്. പിന്നെ ഫ്രൂട്ട്സ് തൈകളാണ് ഇവിടെ മെയിനായിട്ടുള്ളൊരു സംഭവം. ഫ്രൂട്ട്സിൻ്റെ ഒരു ലോകം. ഏതൊക്കെ ഐറ്റംസുകളുള്ളതെന്ന് ചോദിച്ചറിയുന്ന വേണം. രണ്ട് സൈഡുകൾ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചു. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടുന്ന് പുതിയൊരു വിവരം കിട്ടിട്ടോ. കിർണി നമ്മളെ ഈ വീടുകളിലൊക്കെ സപ്പോട്ട വെച്ച് പിടിപ്പിക്കുമല്ലോ നമ്മൾ, ചിക്കു ശരിക്കും പറഞ്ഞാൽ ഇതുമേലാണ് വെച്ച് പിടിപ്പിക്കണതാണ്. ഈ മരത്തുമ്മേ ഇത്രയും ഇല ഉണ്ടല്ലോ, ഒരുപാട് ഇലകളുണ്ട് കേട്ടോ. പക്ഷെ ഇത് നമ്മൾ ഈ കിർണി പറഞ്ഞ ഈ മരത്തുമ്മേ ഒരു തരം കായുണ്ട്, ചെറിയ കായ്കളുണ്ടോ. ഞാൻ കായ് എടുത്താൽ എന്താ അവസ്ഥ നോക്കട്ടെ, നമുക്ക് കാണിച്ചു തരാം. കണ്ടോ, കിർണി എന്ന മരത്തിന്മേലുള്ള കായാണിത്. കറ. കിർണി എന്ന മരത്തുമ്മയാണ് സപ്പോട്ട പിടിപ്പിക്കണമെന്നാണ് ഇവർ പറയണത്. സപ്പോട്ട അതിൻ്റെ കറയുണ്ട്. അപ്പോൾ നമ്മൾ ഈ കറ തൊട്ട് നോക്കുമ്പോഴേ നമ്മൾ സാധാരണ നമ്മളെ നാട്ടിലുള്ള സപ്പോട്ടൻ്റെ ആ കറല്ലേ, സെയിം കറ തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്തെങ്കിലും ഫ്രൂട്ടാണോന്ന്. അപ്പോൾ ഇത് ഫ്രൂട്ടല്ല, ഇതുമ്മയാണ് സപ്പോട്ട പിടിപ്പിക്കണത്. ഈ കിർണി പറഞ്ഞ മരത്തുമ്മ, കിർണി കേട്ടോ, കിർണിയാണ് പേര് പറഞ്ഞതിൽ. ഇവിടെ നമ്മൾ ഫ്രൂട്ട്സിനാണ് മെയിനായിട്ട് വന്നത്. പക്ഷേ ആ കൂട്ടത്തിൽ കൂടെ കുറച്ച് അലങ്കാരികമായിട്ടുള്ള ബാംബൂസിൻ്റെ കുറച്ച് ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ബാംബൂസ് ഉണ്ട്, അത് കവുങ്ങ് പോലത്തെ വേറെ ഒരു കളറൊക്കെ ഉള്ള സാധനങ്ങൾ. ഈ ചെടിയൊക്കെ ഭയങ്കര വിലയുള്ള ചെടിയാണ്.
ചെടിയല്ല, ഒരു മരം, ചെറിയൊരു മരം മാതിരിയുള്ളൊരു സാധനം ഉണ്ടോ. അതൊക്കെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. മറ്റേത് നമ്മളെ അബ്യൂ ഫ്രൂട്ടിൻ്റെ തൈകളുണ്ട്, മൂച്ചി മാവുകൾ, ഐറ്റംസിൻ്റെ വെറൈറ്റി ഐറ്റംസ് മാവുകളുണ്ടാവും. എല്ലാ സാധനങ്ങളും ഫ്രൂട്ടിൻ്റെ ഒരു ലോകം ഇങ്ങനെ കിടക്കുകയാണ് സാധനം. കാലാപ്പാടീൻ്റെ തൈകളൊക്കെ ഉണ്ട്. കാലാപ്പാടി പറഞ്ഞാൽ വേറെ ഐറ്റട്ടോ സാധനം. പൊന്നെ മക്കളെ, കാലാപ്പാടി കഴിക്കണം. കാലാപ്പാടിയൊക്കെ നിങ്ങൾ പൂവിട്ട് നിൽക്കണേ. കാലാപ്പാടിയാണ് മാങ്ങൻ്റെ രാജാവ്. മാങ്ങൻ്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മധുരമുള്ള മാങ്ങ നമ്മൾ കാലാപ്പാടിയാണ്. ഒക്കെ നല്ല പുഷ്പിട്ട് നിൽക്കണ കാലാപ്പാടിയിലാട്ടോ. അപ്പോൾ നമ്മളെ ബോസ് കാലാപ്പാടി എടുക്കുന്നുണ്ട്. കാലാപ്പാടി അങ്ങനെ അടിപൊളി മാങ്ങ കേട്ടോ. ഒക്കെ കൊണ്ടുപോയി എല്ലാവരും വെച്ച് കഴിക്കേണ്ട സാധനം. ഒക്കെ ഇവിടെ വന്ന് നിങ്ങൾ വാങ്ങിക്കോളി സാധനങ്ങൾ, അടിപൊളിയായിട്ട് വാങ്ങിക്കൊണ്ടുപോവാം. മണത്തി നമ്മളെ ഇതിൻ്റെ ഫാമിൻ്റെ പേരെന്താ പറയട്ടാ? നാഷണൽ റോസ് ഗാർഡൻ അല്ലേ? ഇവിടേക്ക് എന്താ ലൊക്കേഷൻ? പാണ്ടിപ്പറമ്പ്. മണ്ണുത്തിന്ന് 5 കിലോമീറ്റർ അല്ലേ? പാണ്ടിപ്പറമ്പ് പറഞ്ഞ സ്ഥലം. അപ്പോൾ ഇവിടെയൊക്കെ വന്നുകൊണ്ട് ഐറ്റംസ് മാവുകൾ വാങ്ങാൻ കൊണ്ടുപോവാം. പ്ലാ തൈകൾ കണ്ടോ, ഒക്കെ ചക്കട്ട തൈകൾ ഇഷ്ടംപോലെ. വെറൈറ്റികൾ എണ്ണം പറയാൻ പറ്റില്ല, അത്രയും വെറൈറ്റി സാധനങ്ങളുണ്ട് ഇവിടെ. നമ്മൾ കാണാത്തയും കേൾക്കാത്തയും അറിയാത്തൊക്കെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ കാണുന്നവർക്കാണ് ഞാൻ ആ ലൊക്കേഷൻ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ വന്ന് എല്ലാവരും വാങ്ങിച്ചു കൊണ്ടുപോയാണ്ട് ഉപയോഗിക്കുക. നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിയാണ്ട് പൈസ കളയണ്ട. സൂപ്പർ സാധനം കിട്ടും ഇവിടെ വന്നാൽ, അടിച്ചപൊളി സാധനം കിട്ടും. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടോ. കുഴപ്പമില്ലാത്തൊരു ചോറ്, അത്രേ ഉള്ളൂ. അത് ഭയങ്കര സംഭവമൊന്നുമില്ല. ഇവിടെ നമ്മൾ നേരത്തൊക്കെ ഇവിടെ ഒന്ന് ഭക്ഷണം കഴിച്ചിരുന്നുണ്ട്. അന്നൊക്കെ നല്ല ഭക്ഷണം കിട്ടിയിരുന്നു. ഇപ്പോൾ കറിയൊന്നും പോരാ, കൂട്ടാനും കാര്യങ്ങളൊന്നും പോരാ. മീനൊക്കെ ഭയങ്കര റേറ്റ് ആട്ടോ ഇവിടെ. എന്നാൽ 10 സുഖമില്ലായിരുന്നു. അതുള്ള കാര്യം പറഞ്ഞാട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം കണ്ടു. എന്താ വെച്ചാൽ ഉണ്ടാ ശർക്കര വരട്ടി, പിന്നെ ചിപ്സ്, സൺഫ്ലവറിലാണ് പൊരിച്ചതെന്നൊക്കെ പറഞ്ഞു. ശരിയായിരുന്നു. എന്തായാലും നമ്മൾ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ കഴിക്കാം. നമുക്ക് നാട്ടിൽ തിരിച്ചു പോരുമ്പോഴും ഇവിടെ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ വെറുതെ ഇരുന്ന് കഴിക്കാം. ആ ഒരു കമ്പത്തിൽ വാങ്ങിയാണ്. എനിക്കാണെങ്കിൽ വെറുതെ എന്തെങ്കിലും കുറച്ചുകൊണ്ട് കുമ്മണം. അപ്പോൾ ഇത് രണ്ടും പാടെ മിക്സാക്കി കഴിക്കാമല്ലോ, രസമാണല്ലോ. ഫുഡൊന്നും പോരാ. അപ്പോൾ ഞങ്ങളേതായാലും ചെറുതോതിലൊക്കെ കഴിച്ചിട്ട് പോകും. അങ്ങനെ കുണ്ടലാന്ന് ലോഡൊക്കെ ആക്കിയിട്ട് അടുത്ത സൈറ്റിലെത്തിയിട്ടുണ്ട് നമ്മൾ. അവിടെ നമ്മൾ ബോസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്തൊക്കെ വേണ്ടതെന്നൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്. കുറ്റിമുല്ലകളാണ് കൂടുതൽ എടുക്കുന്നത് കേട്ടോ. കാശ്മീർ മുല്ല, അതുപോലെ ശ്രീലങ്കൻ മുല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഐറ്റംസുകളുണ്ട്, വെറൈറ്റികളുണ്ട്. അതൊക്കെ തപ്പിയെടുക്കുന്നുണ്ട്. പിന്നെ ഞാനവിടെ നടന്ന് അത്യാവശ്യം എല്ലാ വീഡിയോസും പിടിക്കാൻ നോക്കുന്നുണ്ട്. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യണമല്ലോ, അതാണല്ലോ എൻ്റെ പരിപാടി. ഞങ്ങൾ അടിപൊളി ലീഫുകളൊക്കെ ആയിട്ട് വെറൈറ്റി ചെടികളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഏകദേശമൊക്കെ വെറൈറ്റി ഐറ്റംസുകളുണ്ട് കേട്ടോ. കുറഞ്ഞ ഐറ്റം ഉള്ളൂ ഇവിടെ, പക്ഷേങ്കിൽ അതൊക്കെ കുണ്ടലാനിലില്ലാത്ത ടൈപ്പ് ഇവിടെ ഉണ്ടാവും. അങ്ങനെ പല സ്ഥലത്തും പല ഐറ്റംസുകളായിരിക്കും, എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കില്ല. വെറൈറ്റികൾ ഇങ്ങനെ മാറി മാറി വരും. അപ്പോൾ അത് നല്ല രസമുള്ള ഐറ്റംസ് ചെടികളാണ്. പൂക്കളില്ല ഇപ്പോൾ ഒന്നമ്മി, ഒക്കെ ഓരോ സീസണിലെല്ലാം ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ ഇവിടുത്തെ സാധനം കൂടി ലോഡാക്കിയിട്ട് അടുത്ത സൈഡിലേക്ക് പോകണം. അപ്പോൾ ഭായിമാർ നല്ല ഉഷാറായിട്ട് അടിക്കുക വെക്കുന്നുണ്ടോ. എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്യും ഈ പിള്ളേർ. അതാണ് ഇവരുടെ പ്രത്യേകത കേട്ടോ. ഭായിമാർ ഭയങ്കര സെറ്റപ്പാണ് എല്ലാവരും എവിടെ ചെന്നാലും. അപ്പോൾ ഗൈസ്, അപ്പോൾ ഫൈനൽ റൗണ്ടിലാണ് നമ്മൾ. അതായത് വണ്ടി ഫുൾ ലോഡായി കൊണ്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ റംബുട്ടാൻ്റെ തൈകൾ എടുക്കാണ്ട്. അതിപ്പോൾ നമ്മൾ പോയ ഫാമുകളിലൊന്നും നല്ലത് കിട്ടാത്തതുകൊണ്ടും മറ്റൊരു ഫാമിലേക്ക് കുറച്ച് ലോങ് ഓടിയിട്ട് വന്നിട്ട് അവിടെ നമ്മൾ എടുക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ ഒരു തരം മുല്ലാണ് കേട്ടോ, കുറ്റിമുല്ലകളാണ്. ഇതൊക്കെ ബുഷാക്കി നിർത്തുന്ന മുല്ലകളാണ് ഈ മുല്ല. അവിടെ ആ ചെറിയൊരു ഇല ഇല്ല മുല്ല, ഇതൊക്കെ മുല്ലകളാണ്. ഇല്ല, ഇതൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബുഷായിട്ട് നിൽക്കും. അങ്ങനെ സാധനം ഇതിനകത്ത് സാധനം ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. കാണുന്ന പോലെയല്ല, ഇഷ്ടംപോലെ ലോഡാണ്. നല്ല ലോഡായിട്ടുണ്ട്. ഇപ്പോൾ ബബിൾസ് ഉണ്ട് ഒരു ടൺ തന്നെ. പിന്നെ ചെടികൾ, ഗ്രാസ് കുറച്ചുള്ളൂ, ഈ കാണുന്നുള്ളൂ 40 സ്ക്വയർ ഫീറ്റ്. ബാക്കി മൊത്തം ചെടികളാണ്.
മഴയും കൂടി അല്ലേ, വെള്ളം കൂടി ചെല്ല് കഴിയുമ്പോൾ നല്ല ലോഡാവും. അപ്പോൾ ഇത് നമ്മൾ വണ്ടി കയറ്റി നേരെ വിടും കേട്ടോ. പിന്നെ നമുക്ക് ഇനി വെയിറ്റിങ്ങിലാണെന്ന് പറയുന്നത് ബോസ്. ഇപ്പോൾ രാവിലെ നമ്മൾ 5 മണിക്ക് 5:30 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പട്ടാമ്പിയിൽ വന്ന് ചായയൊക്കെ കുടിച്ച് പിന്നെ യാത്രയായി തൃശ്ശൂർ വന്ന് മണ്ണുത്തിയിൽ വന്ന്. ഇപ്പം നമ്മളെ അപ്പോൾ മുതലേ വഴിച്ചെലവിന് നമ്മൾ വാങ്ങിച്ച സാധനം ഉണ്ടല്ലോ, ചിപ്സും മറ്റേ നമ്മളെ ശർക്കരപ്പേരി. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ കഴിച്ചിട്ട് യാത്ര ഇങ്ങനെ കഴിക്കുക. അവരെണ്ണം എടുക്കുമ്പോൾ ഇതൊരെണ്ണം എടുക്കും. ഒരു വൈബ്, ബോറടി ഉണ്ടാവില്ല അതൊക്കെ ഇങ്ങനെ പോകുമ്പോൾ. ചിപ്സ് അടിപൊളിയാട്ടോ, നല്ല സൂപ്പർ ചിപ്സാണ്. ശർക്കരപ്പേരി സൂപ്പറാണ്. മറ്റേ ചുക്കൊക്കെ പാകത്തിനുള്ളൂ. ശർക്കര ഭയങ്കര കുത്തു ശർക്കരയൊന്നുമില്ല, സൂപ്പർ സാധനം. അപ്പം നമ്മൾ ഇവിടെ നിന്നുള്ള സാധനം കയറ്റിയാൽ പിന്നെ നമുക്ക് പോകാം. ഇതൊക്കെയാണ് മണ്ണത്തി വിശേഷങ്ങൾ കേട്ടോ. കുറേ മാസങ്ങൾ 2-3 മാസങ്ങൾക്ക് ശേഷം നമ്മൾ വരുന്നത്. അതിൻ്റെ മാറ്റങ്ങൾ ഒരുപാട് കാണാനുണ്ട് കേട്ടോ. പല സ്ഥലത്ത് നല്ല അടിപൊളി വൻ സെറ്റപ്പുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളടുത്ത വീണ്ടും മറ്റൊരു സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ കുറച്ച് സാധനം എടുത്തിട്ടുണ്ട് കേട്ടോ ബോസ്. മിൽക്ക് ഫ്രൂട്ട് ഇതാണ് സാധനം. ഈ ഇലയാണ്, ഈ മഞ്ഞ കളറല്ല കാപ്പി കളറല്ല, അത് മിൽക്ക് ഫ്രൂട്ടാണ്. അപ്പോൾ മിൽക്ക് ഫ്രൂട്ടിൻ്റെ വലിയ തൈകൾ ഇവിടെ ഉണ്ട്. പിന്നെ അപ്പോൾ ഇവിടുന്ന് കുറച്ച് റംബുട്ടാനും മിൽക്ക് ഫ്രൂട്ടും ഒക്കെ കയറ്റിയിട്ട് ലാസ്റ്റാണെന്ന് തോന്നുന്നുണ്ട്. ഇനി ബോസ് വേണ്ടി വരും കയറ്റാൻ പറയില്ല തോന്നുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ലോഡാണ്, നല്ല ടണ്ണേജ് ഉണ്ട്. ഒരു 3 ടണ്ണ് കുറയില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളത് 120 കിലോമീറ്റർ ഇനി വണ്ടി ഓടും, 3 ടണ്ണ് വെച്ചിട്ട്. 1.2ൻ്റെ വണ്ടിയാട്ടോ, ചെറിയ വണ്ടിയാണ്, വലിയ വണ്ടിയല്ല. നമ്മളെ ബൊളോറ ചെറിയ പിക്കപ്പാണ്. അപ്പോൾ നമ്മൾ സാധാരണ കൊണ്ടുപോകാറുണ്ട്, പക്ഷെ ഇന്ന് ഹെവി ലോഡാണ്. അപ്പോൾ എന്തായാലും ശരി, എല്ലാവരും നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കുക, നല്ലതിന് വേണ്ടി ചിന്തിക്കുക. എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ. അപ്പോൾ നമ്മളെ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റുകൾ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ എല്ലാവരും ഓക്കെ. നല്ല മാച്ചാറിലുണ്ട്, അന്ന് ഫുള്ള് മാച്ചാറിൽ ഏകദേശം കൊണ്ടതാണ്. കാക്കി വെറുതെ ഇട്ടു എന്നുള്ളൂ, കാക്കി ഇപ്പോൾ നമ്മളെ തൊഴിലിതല്ലേ അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ ഇവിടെ ഓക്കെ ബൈ.